റിയാസാണ്. നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു സബ്സ്ക്രൈബറിൽ നിന്നൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. MIയുടെ ആണ്. ഇത് അൺബോക്സിംഗ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് ഞാൻ ഓൾറെഡി തുറന്ന് നോക്കി. അപ്പോൾ ഇത് നിങ്ങളെ കൂടി കാണിച്ചു തരാം, ഇതെന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് MIയുടെ ഒരു ട്രിമ്മറാണ്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, നമുക്ക് നല്ലൊരു ഡീസൻറ്റ് പാക്കേജിലാണ് പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത്. ഷവോമിയുടെ ട്രിമ്മറാണ് വന്നിരിക്കുന്നത്. IPX-7 വാഷബിൾ ബോഡി എന്നൊരു സ്പെക്ക് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി പൊട്ടിച്ചതാണ്, ഞാനിത് അൺബോക്സ് ചെയ്തതാണ്. എന്നാലും ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് വേണ്ടി ബോക്സിൽ കുറച്ച് സ്പെക്കുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. 40 ലെങ്ത് സെറ്റിങ്സ് ആണ്. പിന്നെ 90 മിനിറ്റ് കോഡ്ലെസ് യൂസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ ഡിജിറ്റൽ സ്ക്രീൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് ബാറ്ററി ഇൻഡിക്കേറ്ററാണ് ഡിജിറ്റൽ സ്ക്രീൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതെന്തായാലും വളരെ ഭംഗി ഉള്ളൊരു സ്ക്രീൻ തന്നെയാണത്. നല്ലൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്കിതിൻ്റെ പുറകുവശം ഒന്ന് നോക്കാം. ഇതിൽ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഈ ബോക്സിൽ എന്താണ് ഉള്ളതെന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ക്ലീനിങ് ബ്രഷ്, ട്രാവൽ പൗച്ച്, ട്രിമ്മിങ് കോമ്പ്, ചാർജിങ് കേബിള്, യൂസർ മാനുവൽ, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചൈനീസ് പ്രൊഡക്റ്റാണ്. ഇത് കൺട്രി ഓഫ് ഒറിജിൻ ചൈനയാണ്. നമുക്കിന്ന് ഇതൊന്ന് തുറന്നു നോക്കാം. ഇതിലൊരു ഡീസൻറ്റ് പാക്കിലാണ് നമുക്ക് ഇത് തന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് തുറക്കുകയാണ്. ഇത് ഞാൻ മുമ്പേ തുറന്നതാണ് കേട്ടോ. ഇത് ഫ്രഷ് അൺബോക്സിങ് ഒന്നുമല്ല, മുമ്പേ തുറന്നതാ. ഓക്കെ, 2 ചേമ്പറിലുള്ളൊരു കവറാണ്. ഒന്നിൽ നമുക്ക് ട്രിമ്മർ, നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചേക്കാം. അടുത്തത് നോക്കാം. അടുത്തത് ഗാർഡ് ഒരെണ്ണം വരുന്നുണ്ട്. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പേരൊക്കെ ഉണ്ട്. കോമ്പിങ് ഗാർഡ് എന്നാണ് എന്ത് പേരൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ബാർബർ ഷോപ്പിലുള്ളവർക്ക് കറക്റ്റായിട്ട് അറിയാം. ഇതിലൊരു പൗച്ചാണ് പിന്നെ വരുന്നത്. പിന്നെ ഒരു കേബിൾ വരുന്നുണ്ട്. ഇത് സി പോർട്ടാണ് കേബിൾ വരുന്നത്. പിന്നെ ഒരു ബ്രഷ് വരുന്നുണ്ട്. എനിക്ക് ഇത് ക്ലീൻ ചെയ്യാനുള്ള ബ്രഷാണ് ഇത്, വേറെ ഒന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ. കാറ്റലോഗും ഇല്ല, ഒന്നുമില്ല. കാറ്റലോഗ് ഉണ്ട്. അത് ഇതിൻ്റെ ഉള്ളിലാണ്, ബോക്സിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ അൺബോക്സിങ് വീഡിയോ ആണ്. പലവിധ തെറ്റുകളുണ്ടാവും, അതൊക്കെ ഒന്ന് ക്ഷമിക്കാം. നമുക്ക് ബോക്സ് മാറ്റി വെക്കാം. നമുക്കിപ്പോൾ ഇത് തുറക്കുമ്പോൾ കാണുന്നത് ചെയ്യുന്നതിനുള്ള സ്പെക്കും കാര്യങ്ങൾ, ക്ലീൻ ചെയ്യുന്നത്, ഓയിൽ കൊടുക്കേണ്ടത്, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ചൈനീസ് അല്ല, ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെയാണ്. നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതല്ലോ. അതവിടെ വെക്കാം. നമുക്ക് ആദ്യമായിട്ട് ട്രിമ്മർ തന്നെ എടുക്കാം. അതാണല്ലോ നമ്മുടെ ഐറ്റം. ഇതിലൊരു നോബൊക്കെ കാണുന്നുണ്ട്. ജസ്റ്റ് നോബ് നമുക്കൊന്ന് തിരിച്ചു നോക്കാം. ഇതിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളതിന് നമുക്ക് താടിയൊക്കെ ട്രിം ചെയ്യുന്ന സമയത്ത് പണ്ട് മാനുവലല്ലോ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതിങ്ങനെ കാണിച്ചിട്ടില്ല അഡ്ജസ്റ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ അത് വേണ്ട. നമുക്ക് ജസ്റ്റ് ഈ ബട്ടൺ തിരിച്ചു കഴിഞ്ഞാൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു ഫങ്ഷൻ മാത്രമാണ് ഈ ഒരു ബട്ടൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഓണാക്കുന്നത് 1 ടച്ച് ഓണാണ്. അപ്പോൾ തന്നെ നമുക്ക് ബാറ്ററി ഇൻഡിക്കേഷൻ ഇവിടെ കിട്ടും. 62% ഇപ്പോൾ ബാറ്ററി ഇൻഡിക്കേഷൻ കാണിക്കുന്നത്. 1 ടച്ച് ഓഫ് ആക്കാനും സാധിക്കും. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നോക്കി പ്രത്യേകിച്ചൊന്നും ഇല്ല. ഈ സൈഡിലായിട്ടാണ് നമുക്ക് ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും പുറകിലായിട്ട് വാഷ് ചെയ്യാനുള്ളൊരു എംബ്ലോക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ വാഷ് ചെയ്താലും കുഴപ്പമില്ല എന്നായിരിക്കണം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് എന്തായാലും ഒന്ന് തുറന്നു നോക്കാം. നമുക്ക് വാഷബിൾ എന്നല്ല കാണിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിത് എന്തായാലും ഒന്ന് തുറന്നു നോക്കാം. ഡിറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ എന്നുള്ളതിന് ഇവിടെ ഒരു സിമ്പിൾ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും ഓപ്പണായി പോന്നിട്ടുണ്ട്. വളരെ നീറ്റാണ്. മറ്റുള്ളതുപോലെ അല്ല. ഇത് ക്രിട്ടിക്കലായിട്ടുള്ള മെഷീൻ പാർട്സും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, അറ്റാച്ച് ചെയ്യുക. ദാറ്റ്സ് ഓൾ. കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ വർക്കിംഗ് ആണ്, നിലവിൽ വർക്കിംഗ് ആണ്. ക്യാമറയിൽ എത്രമാത്രം ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നില്ല. 62%, 61% ബാറ്ററി
ഇപ്പോൾ കാണിക്കുന്നുണ്ട്, ബാറ്ററി ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. നമുക്കിത് വേറൊരു ഇതിൻ്റെ ഒരു ഹോൾഡർ ഒന്ന് വെച്ച് നോക്കാം. ഈ ഒരു സൈഡിലാണ് ഇറക്കി വെക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഈ ബട്ടൺ തിരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും താഴത്തേക്ക് ബേസിലോട്ട് പോകും. 1 2 3 അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ കാണാം. അതോടൊപ്പം തന്നെ ഇത് വരുന്നത് മുകളിലേക്ക് വരുന്നത്. അപ്പോൾ താടിയൊക്കെ ഒരുപാടുള്ളവർക്ക് താടി സെറ്റ് ചെയ്യുന്നതിനൊക്കെ നല്ലൊരു ട്രിമ്മർ തന്നെയാണിത്. ഇനി ബാറ്ററി ലൈഫൊക്കെ ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെന്തായാലും ഇത് നമുക്ക് ഗിഫ്റ്റായിട്ട് തന്ന സബ്സ്ക്രൈബർക്കൊരു ബിഗ് താങ്ക്സ്. കേബിൾ നമുക്ക് എത്ര ലെങ്ത് ഉണ്ടെന്ന് നോക്കാം. കേബിളിൻ്റെ ലെങ്ത്ത് 1 മീറ്ററാണ് ശരിക്കും വേണ്ടത്. ഏകദേശം 1 മീറ്റർ ലെങ്ത് ഉണ്ട് കേബിളിന്. ഇതിന് ഏറ്റവും എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഈ ഒരു പൗച്ച് തന്നെ കേട്ടോ. ഇതാണല്ലോ നമുക്ക് ട്രാവലിംഗ് സമയത്തൊക്കെ വളരെ ഉപകാരപ്പെടുന്ന പൗച്ചാണിത്. നല്ല ക്വാളിറ്റിയുള്ള പൗച്ചാണിത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇന്നത്തെ ഈ MI ട്രിമ്മറിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ലൊരു വീഡിയോയുമായി വരാമെന്ന ശുഭപ്രതീക്ഷയോടെ see you.